പറയണം വജാഅത് സകറത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണവെപ്രാളം അതിന്റെ യാഥാർത്ഥ്യവും കൊണ്ട് വന്നിരിക്കുന്നു. ഏതൊരു മരണത്തെക്കുറിച്ചാണോ നീ പേടിച്ചുകൊണ്ടിരിക്കുന്നത്, ആ മരണവെപ്രാളം ഇതാ യാഥാർത്ഥ്യവും കൊണ്ട് വന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞത് എന്റെ മകള് പറ. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരുങ്ങിയിരിക്കുകയായിരുന്നു, തയ്യാറായിരിക്കുകയായിരുന്നു മരണത്തിനു വേണ്ടി. സഹോദരന്മാരെ, ആത്മാർത്ഥമായി നാം ആലോചിക്കേണ്ടതുണ്ട്, ആ ഒരു ഒരുക്കം നമുക്കുണ്ടോ? നമ്മുടെ ലക്ഷ്യം ഏത് സമയത്ത് ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണെങ്കിലും അള്ളാഹുവിന്റെ സ്വർഗം നേടണം എന്നതാണ്. ദുനിയാവിലൊരു വീടോ അല്ലെങ്കിൽ നല്ല കുടുംബമോ അതുപോലെ വലിയ കച്ചവടങ്ങളോ അതൊന്നുമല്ല ഒരു വിശ്വാസിയുടെ ലക്ഷ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരുങ്ങിയ വാക്കിലൂടെ പഠിപ്പിച്ചു ഒരു വിശ്വാസിയുടെ ലക്ഷ്യം മൗദിഉ സൗത്തിൻ ഫിൽ ജന്നതി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. സ്വർഗത്തിലൊരു ചാട്ടവാർ വെക്കുന്ന ഇടമാണ് ഈ ദുനിയാവിനേക്കാളും ആ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഏറ്റവും ഖൈറായത്, ഏറ്റവും ഉന്നതമായത്. സഹോദരന്മാരെ, ആ സ്വർഗത്തിലൊരു ചാട്ടവാർ ചാരിവെക്കാനുള്ള ഇടമെങ്കിലും നേടണം. അതുകൊണ്ട് മരണം വരെ, മലക്കുൽ മൗത്ത് നമ്മളെ തേടി എത്തുന്നതുവരെ നെറ്റിയിൽ വിയർപ്പു തുള്ളികളുമായി കർമ്മനിരതമായി പോരാടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്രമം ഖബറിലാണ്. നമുക്ക് വിശ്രമിക്കാനുള്ളത് ഖബറിലാണ്. ദുനിയാവിൽ നമ്മൾ വിശ്രമിക്കുന്നില്ല. ഇവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ നെറ്റിയിൽ വിയർപ്പു തുള്ളികളുമായി യാത്ര തിരിക്കാൻ നമുക്ക് കഴിയണം. സകലതും ആ സ്വർഗത്തിനു മുന്നിൽ മാറ്റിവെക്കണമെന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു കറുകറുത്ത സ്ത്രീ വരുന്നത് ഹദീസിലെ കാണാം. പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പറയാണ്, റസൂലേ, പിശാചി എന്നെ ബോധം നഷ്ടപ്പെടുത്തി താഴെ വീഴ്ത്തുകയാണ്. പലപ്പോഴും എന്റെ നഗ്നത വെളിവാകുന്നു, താഴെ വീണ് പിടയുകയാണ്. റസൂലേ, താങ്കൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, പെണ്ണേ, പ്രാർത്ഥിച്ചാൽ നിന്റെ രോഗം മാറും. പക്ഷേ നീ ക്ഷമിച്ചാൽ, സഹിക്കാൻ നീ തയ്യാറായാൽ പകരം നിന്നെ കാത്തിരിക്കുന്നത് അൽ ജന്ന, സ്വർഗമാണ്. ക്ഷമിച്ചാൽ, സഹിക്കാൻ തയ്യാറായാൽ നിന്നെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ആ പെണ്ണ് വരുന്നത്. ശരീരം പൊടി പുരണ്ടിട്ടുണ്ട്, ഹദീസിൽ കാണാം. പക്ഷേ സ്വർഗമെന്ന് കേട്ടപ്പോൾ താനൊന്ന് ക്ഷമിച്ചാൽ, ഞാനൊന്ന് സഹിച്ചാൽ എനിക്ക് പകരം കാത്തിരിക്കുന്നത് സ്വർഗമാണെന്ന് കേട്ടപ്പോ, റസൂലേ, ക്ഷമിക്കാൻ തയ്യാറാണു ഞാൻ. ആ സ്വർഗത്തിനു വേണ്ടി സകലതും സഹിക്കാൻ ഒരുക്കമാണു ഞാൻ. സഹോദരന്മാരെ, ഈ സ്വഹാബ വനിതയുടെ പേര് ഹദീസിലില്ല. ഈ സ്വഹാബ വനിതയുടെ നാട് എത്ര പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയില്ല. ഇവരുടെ ഗോത്രമേത്, ഏതു നാട്ടുകാരി, ഒന്നുമില്ല. പക്ഷെ അവര് പഠിപ്പിച്ചൊരു പാഠമുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗത്തിനു വേണ്ടി സകലതും ക്ഷമിക്കാൻ, സകലതും സഹിക്കാൻ ഒരുങ്ങണം വിശ്വാസി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് കാലം സേവനം ചെയ്ത സ്വഹാബിയാണ് റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി. നമ്മളെ വീട്ടിലൊരാൾ 40-50 കൊല്ലം ജോലി ചെയ്താൽ നമ്മൾ ചോദിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടോ? മകളെ കല്യാണം ഉണ്ടെങ്കിൽ അയാളോട് ചോദിക്കും, സ്വർണ്ണൊക്കെ തികഞ്ഞിട്ടുണ്ടോ, വല്ല ആവശ്യമുണ്ടോ? അതേ അർത്ഥത്തിൽ പ്രവാചകന്റെ ചോദ്യം, സല്യാ റബീഅ, നിനക്കെന്തു വേണം, പറ നീ. അദ്ദേഹത്തിന്റെ മറുപടി എന്താ? റസൂലേ, നല്ലൊരു വീട് വേണം. പ്രവാചകരെ, മകളെ കല്യാണം കഴിക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് അവൾക്ക് ആവശ്യമായ സ്വർണം വേണം, നല്ലൊരു കച്ചവടം വേണം, നല്ലൊരു കുടുംബം വേണം. ഒന്നുമല്ല മറുപടി. അള്ളാഹുവിന്റെ റസൂലേ,
അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. റസൂലേ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കഴിയണം. അല്ലാഹുവിന്റെ റസൂലേ, ദുനിയാവൊന്നുമല്ല, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ ഭാഗ്യം വേണം റസൂലേ. ഔ ഗൈറു ദാലിക്, മറ്റു വല്ല ആവശ്യവുമുണ്ടോ റബിയ? ഹുവ ദാക്, അല്ലാഹുവിന്റെ റസൂലേ, അതും മതി എനിക്ക്. എനിക്ക് ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ള സഹോദരന്മാരെ, നമ്മുടെ സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് ആ സ്വർഗമായിരിക്കണം. ആ സ്വർഗത്തിന് വേണ്ടി സകലതും മാറ്റിവെക്കാൻ, സകലതും സഹിക്കാൻ, സകലതും ത്യജിക്കാൻ തയ്യാറാകണം നമ്മൾ. ഉഹുദ് യുദ്ധത്തിന്റെ രാത്രി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഒരു കല്ലിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സഅദേ, നാളെ ഉഹുദ, ബദറിനു പകരം തീർക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളുമായി വന്നു നിൽക്കുകയാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ. പ്രാർത്ഥന കേൾക്കുന്ന റബ്ബിനോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ റബ്ബിനോട് സഅദേ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ യുദ്ധക്കളത്തിൽ എനിക്ക് കാണണം. എന്റെ പ്രവാചകനെ പരിഹസിച്ച, ഇസ്ലാമിനെതിരെ ഏറ്റവും വലിയ വൈരാഗ്യം നടത്തിയ ഇസ്ലാമിന്റെ ശത്രുവിനെ വധിക്കാനുള്ള അവസരം പടച്ചോനെ എനിക്ക് നൽകണേ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ആമീൻ പറഞ്ഞു. സഹോദരന്മാരെ, രണ്ടാമതൊരു പ്രാർത്ഥന ആകാശ ലോകങ്ങളിലേക്ക് ഉയരുകയാണ്. രണ്ടാമതൊരു പ്രാർത്ഥന ആകാശ ലോകങ്ങളിലേക്ക് ഉയരുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രാർത്ഥന, അല്ലാഹുവേ, ഉഹുദിന്റെ മണ്ണിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ അബ്ദുള്ളയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കണം. നാളെ കണ്ണില്ലാത്തവനായി പരലോകത്ത് നിന്റെ മുന്നിൽ അബ്ദുള്ള എഴുന്നേറ്റ് നിൽക്കണം. പടച്ച റബ്ബേ, നീ എന്നോട് ചോദിക്കണം, അബ്ദുള്ള, നിന്റെ കണ്ണുകൾ ആരാണ് ചൂഴ്ന്നെടുത്തത്? അന്ന് എനിക്ക് പറയണം, പടച്ചോനെ, നിന്റെ ദീനിനു വേണ്ടി ഞാൻ എന്റെ കണ്ണുകൾ നൽകി. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്റെ കാതുകൾ അറുത്തുമാറ്റണം. നാളെ കാതില്ലാത്തവനായി പരലോകത്ത് അബ്ദുള്ള വരണം. പടച്ചോനെ, നീ എന്നോട് ചോദിക്കണം, അബ്ദുള്ള, നിന്റെ കാതുകൾ എവിടെ? അന്ന് എനിക്ക് മറുപടി പറയണം, പടച്ച റബ്ബേ, നിന്റെ ദീനിനു വേണ്ടി ഞാൻ നൽകി. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്റെ ശരീരം കൊത്തി നുറുക്കണം. നാളെ പരലോകത്ത് അറ്റുതൂങ്ങുന്ന കൈകളുമായി, അറ്റുതൂങ്ങുന്ന കാലുകളുമായി നിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കണം. എനിക്ക് പറയണം, പടച്ചോനെ, എന്റെ ശരീരം മുഴുവൻ, എന്റെ ജീവിതം മുഴുവൻ നിന്റെ ദീനിനു വേണ്ടി നൽകിയവനാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ്. യുദ്ധം കഴിഞ്ഞു ഒരു കുന്തത്തിൽ കണ്ണുകളും കാതുകളും ശരീരത്തിന്റെ ഭാഗങ്ങൾ കോർത്തെടുത്തത് കണ്ടപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രാർത്ഥനയേക്കാൾ എത്ര നല്ല പ്രാർത്ഥനയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശിന്റെ പ്രാർത്ഥന. സഹോദരന്മാരെ, അതൊരു സ്വപ്നമായിരുന്നു. അതൊരു സ്വപ്നമായിരുന്നു. അല്ലാഹുവിന്റെ സ്വർഗം നേടണം എന്റെ കണ്ണുകൾ കൊണ്ട്, എന്റെ കാതുകൾ കൊണ്ട്, എന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും സ്വർഗത്തിന് പകരം നൽകാൻ അവർ തയ്യാറായി. സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയം, ആ സ്വർഗത്തിന് മുന്നിൽ സ്വഹാബികൾക്കൊന്നും ഒരു വിഷയമായിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബിസീനിയയിലേക്ക് ഹിജറ പോകാൻ പറഞ്ഞു. സ്വഹാബികൾ വന്നിട്ട് ചോദിക്കാണ്, റസൂലേ, പടച്ചോൻ പറഞ്ഞതാണോ? അള്ളാഹുവിന്റെ കൽപ്പനയാണോ? അതെ, അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. അവര് ഹിജറ പോയി. വീട് വല്ലാത്ത വികാരമാണ്. നമ്മുടെ വീട്ടില് വീട് മാറുന്ന ചർച്ച നടക്കുമ്പോ പ്രായമായ ഉപ്പയുണ്ടെങ്കിൽ പറയും, എടാ, ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഈ നാട്ടിലാണ്,
എന്റെ കൂട്ടുകാരൊക്കെ എന്റെ ഉപ്പാന്റെ ഖബറും ഉമ്മാന്റെ ഖബറൊക്കെ ഈ മഹലിലാണ്. അതുകൊണ്ട് എന്റെ മരണം കഴിഞ്ഞ് എന്റെ മയ്യത്ത് നമ്മുടെ മഹലിൽ തന്നെ ഖബറടക്കിയിട്ട് നീ വീട് മാറ്, പുതിയ വീട് വെക്ക, എന്താച്ചാ ചെയ്തോ. അവര് സമ്മതിക്കൂല. ഉപ്പ മരണപ്പെട്ട് ഉമ്മ മാത്രമാണുള്ളത് എങ്കിൽ ഉമ്മ പറയും ഉപ്പ മരണപ്പെട്ട് നമ്മളെ വീട്ടിൽ നിന്നാണ്. ഉപ്പാന്റെ ഖബറിന്റെ അരികിൽ തന്നെ എന്റെ ഖബറും വെച്ച് അതിനുശേഷം നിങ്ങൾ വീട് മാറ്റിവെക്ക്, നമ്മുടെ സ്വത്ത് വീതിക്ക്, എന്താ നിങ്ങൾ ചെയ്തോളി, ഒരു പ്രശ്നമില്ല എന്നാണ്. സഹോദരന്മാരെ, നമ്മുടെ വീടും നമ്മുടെ നാടും വല്ലാത്ത വികാരമാണ്. സ്വഹാബികൾ ചോദിക്കാണ്, റസൂലേ, ജനിച്ച വീട് വിട്ട്, നാട് വിട്ട്, കുടുംബം വിട്ട്, പ്രിയപ്പെട്ടവരെ വിട്ട്, അറബി ഭാഷ പോലും അറിയാത്ത അബിസീനിയയിലേക്ക് പോകണമെന്നുള്ളത് പടച്ചോന്റെ കൽപ്പനയാണോ? അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. അവര് പുറപ്പെട്ടു. മദീനയിലേക്ക് ഹിജറ പോകണം. റസൂലേ, ഇനി ഞങ്ങൾ മദീനയിലേക്ക് പോകണോ? അബിസീനിയെന്ന് വന്നിട്ടേ ഉള്ളൂ, ഇനി മദീനയിലേക്ക് പോകണോ? ശരി, അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ മദീനയിലേക്ക് പുറപ്പെടാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് സ്വഹാബാക്കൾ വരുന്ന രംഗം ചരിത്രത്തിൽ കാണാം. അതിശക്തമായ പരാജയം അനുഭവിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിള് കീറി, നെറ്റി പൊട്ടി, കാലിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പ്രയാസപ്പെട്ട രംഗം. യുദ്ധം കഴിഞ്ഞ് സ്വഹാബാക്കൾ വീട്ടിലെത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖംറാഉൽ അസദിലേക്ക് ഇന്ന് രാത്രി പുറപ്പെടണം, സുബഹിക്ക് ഖംറാഉൽ അസദിൽ എത്തണം നിങ്ങൾ. ഉഹുദ് കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. സഹാബാക്കള് ഇബ്നു കസീറിൽ കാണാം, സഹാബികൾ കൈ ചൂണ്ടിയിട്ട് ചോദിച്ചു, റസൂലേ, കൈ അറ്റു തൂങ്ങുന്നുണ്ട്, രക്തം വാർന്നൊലിക്കുന്നുണ്ട്, മുറിവുണങ്ങിയിട്ടില്ല പ്രവാചകരെ. അറ്റുതൂങ്ങുന്ന കൈകളുമായി, വാർന്നൊലിക്കുന്ന രക്തവുമായി നാളെ ഖംറാഉൽ അസദിലെത്തണമെന്നുള്ളത് ഞങ്ങളുടെ റബ്ബിന്റെ കൽപ്പനയാണോ? പടച്ചോൻ കൽപ്പിച്ചതാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. 70 സ്വഹാബാക്കൾ സുബഹി നമസ്കാരത്തിന് ഖംറാഉൽ അസദിലെത്തി. ഇബ്നു കസീറിൽ കാണാം, 2 കൈ നഷ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവരുടെ കൂടെ യുദ്ധത്തിന് പോയി. കാല് വെട്ടി കാലിന്റെ മുറിവുണങ്ങാത്തവർ പ്രിയപ്പെട്ടവരുടെ ചുമലിൽ കൈവച്ച് വേച്ച് ഖംറാഉൽ അസദിലെത്തി. അവർക്കൊന്നും വീടോ ജനിച്ച നാടോ കുടുംബമോ കച്ചവടമോ ഒന്നും പ്രശ്നമായിരുന്നില്ല. അവരുടെ പ്രശ്നം പരലോകമായിരുന്നു, ഖബറിലെ ജീവിതമായിരുന്നു. മരണാനന്തരമുള്ള എത്ര നിഷേധിച്ചാലും കടന്നുവരാനിരിക്കുന്ന ഭീകരമായ ദിവസങ്ങളായിരുന്നു ആ സ്വഹാബാക്കളുടെ ജീവിതത്തിൽ. പ്രശ്നങ്ങളെങ്കിൽ സഹോദരന്മാരെ, എനിക്ക് ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പ്രശ്നവും ആ പരലോകമായിരിക്കണം. എത്ര നിഷേധിച്ചാലും ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എത്ര വരില്ല എന്ന് പറഞ്ഞാലും ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇപ്പൊ നമുക്ക് പല ബാധ്യതകളും ആളുകളോടുണ്ട്, അല്ലേ? ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റു മുസ്ലിമിനോട് ഒരുപാട് ബാധ്യതകളുണ്ട്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം, രോഗിയായാൽ സന്ദർശിക്കണം, ജനാസയെ അനുഗമിക്കണം, പല ബാധ്യതകൾ. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മളോട് ബാധ്യതകളുള്ളൊരു ദിവസം വരും. കല്ലാ ഇദാ ബലഅതിത് തറാഖിയ. വേണ്ട, ആ റൂഹ് നിങ്ങളുടെ തൊണ്ടക്കൊടിയിലേക്ക് എത്തിയാൽ വല്ലാത്തൊരു രംഗമാണ്. ആർത്തലച്ചുയരുന്നൊരു മഹാസമുദ്രം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അത് മുഴുവൻ വലിച്ചു കുടിക്കാൻ മാത്രം ദാഹമുള്ള രംഗം. കറുകറുത്ത വസ്ത്രം ധരിച്ച, കണ്ടാൽ അറുപ്പു തോന്നുന്ന ഭീമാകാരന്മാരായ മലക്കുകൾ നമ്മുടെ റൂഹിനെ പിടിക്കാൻ കടന്നു വരുന്ന രംഗം. ഇവിടെ ഒരു പേടിയുള്ളൊരു കാഴ്ച കണ്ടാൽ കണ്ണടച്ചാ പിന്നെ അത് കാണൂല, അല്ലേ?
ഒരു പേടിയുള്ളൊരു ചിത്രം കണ്ടാൽ നമ്മൾ തലതിരിക്കും, പിന്നെ അത് കാണൂല. പക്ഷെ മരണത്തിന്റെ സമയത്ത് മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന മനുഷ്യൻ തല തിരിച്ചു കളയും. എവിടേക്ക് തിരിഞ്ഞാലും ആ മലക്കുകളുടെ ചിത്രമായിരിക്കും. കണ്ണുകൾ അടച്ചു നോക്കും, കണ്ണുകൾ അടച്ചാലും കണ്ണിൽ നിന്ന് ചിത്രം മറയുകയില്ല. ഭീകരമായ സമയത്ത് പടച്ചറപ്പിന്റെ ചോദ്യം, വഖീല മൻ റാഖ്, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയുമടോ? ഒന്ന് ആശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയുമടോ? ഒരു സമാധാനം നൽകാൻ ആർക്ക് കഴിയും? വظن أنه الفراق, അവനറിയും അവന് വേർപാടിനുള്ള സമയമായി എന്ന്. നമ്മുടെ ഉമ്മാന്റെ മരണവാർത്ത നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഉമ്മ മരണപ്പെട്ടപ്പോ അവസാനമായി ഉമ്മയുടെ മുഖത്തുള്ള ആ വെള്ള തുണി മാറ്റി ഉമ്മച്ചിയുടെ നെറ്റിയിൽ ചുംബനം നൽകി അവസാനമായി നിറമിടികളോടുകൂടി ഉമ്മയിൽ നിന്ന് പിരിഞ്ഞപ്പോ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, ഇനി വീട്ടിലേക്ക് ഉമ്മാന്ന് വിളിച്ച് കയറുമ്പോ പുഞ്ചിരിച്ചു നമ്മളെ സ്വീകരിക്കാൻ നമ്മുടെ പൊന്നുമ്മച്ചില്ലാന്ന് നമ്മൾ അറിഞ്ഞൊരു ദിവസം ഉണ്ടായിട്ടുണ്ട്. രാത്രി വൈകി 12 മണിക്ക് എത്തുള്ളൂ, 1 മണിക്ക് എത്തുള്ളൂ, എന്റെ ഉമ്മ ഉറങ്ങിക്കോളി, കിടന്നോളി എന്ന് പറഞ്ഞ് നമ്മൾ എത്തുമ്പോഴും ലൈറ്റ് അണക്കാതെ കാത്തിരിക്കുന്ന നമ്മുടെ പൊന്നുമ്മ ഇനി നമ്മുടെ കൂടെയില്ല എന്ന് നമ്മൾ അറിഞ്ഞൊരു ദിവസമുണ്ട്. 6 അടി മണ്ണിലേക്ക് പ്രിയപ്പെട്ട ഉമ്മയെ ഇറക്കി വെച്ച് നമ്മൾ തിരിച്ചു വന്നൊരു ദിവസം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഉപ്പയുടെ മരണവാർത്ത നമ്മൾ അറിഞ്ഞൊരു ദിവസമുണ്ട്. എനിക്ക് വേണ്ടി 20-30 വർഷം കഷ്ടപ്പെട്ട എന്റെ ഉപ്പ എന്നെ വിട്ട് യാത്ര തിരിച്ചു എന്ന് നമ്മൾ അറിഞ്ഞൊരു നിമിഷം. ഉപ്പ വിട്ടുപോയ ഉപ്പയുടെ വസ്ത്രങ്ങളും ഉപ്പയുടെ ചെരുപ്പും കണ്ടപ്പോ ആത്മാർത്ഥമായി ഉപ്പാക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച നിമിഷങ്ങൾ. എന്നാ ഖുർആന്റെ പ്രയോഗം എന്താണെന്നറിയോ? വظن أنه الفراق, അവനറിയും അവന് വേർപാടിനുള്ള സമയമായി. ഞാൻ അറിയും എന്റെ ഉമ്മയെ വിട്ട്, എന്റെ ഉപ്പയെ വിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ വിട്ട് എനിക്ക് പോകാനുള്ള സമയമായി, എനിക്ക് യാത്ര തിരിക്കാനുള്ള സമയമായി. സഹോദരന്മാരെ, അന്ന് നമ്മളോടാണ് ആളുകൾക്ക് ബാധ്യത. മരണപ്പെട്ട മനുഷ്യന്റെ കണ്ണ് ആത്മാവിനെ പിന്തുടരും, കണ്ണു മറയും, കണ്ണിന്റെ കൃഷ്ണമണി ഉണ്ടാകില്ല, കണ്ണിന് വെള്ള നിറമായി തീരും. പ്രിയപ്പെട്ടവരുടെ ബാധ്യതയാണ് ആ കണ്ണുകൾ അടച്ചു കൊടുക്കണം. മരണത്തിന്റെ വെപ്രാളത്തിൽ മനുഷ്യന്റെ കണങ്കാലുകൾ കൂട്ടിയടിക്കും, 2 കാലുകൾ വിപരീത ദിശയിലേക്ക് തെന്നി നിൽക്കും. പ്രിയപ്പെട്ടവരുടെ ബാധ്യതയാണ് ആ കാലുകളൊന്ന് ചേർത്തുവെച്ച് ഒരു തുണി കൊണ്ട് കെട്ടണം. പോത്തിനർത്താൽ അതിന്റെ തല നമ്മൾ കണ്ടിട്ടുണ്ട്, താട തൂങ്ങി നാവ് പുറത്തേക്ക് വന്ന് ഉമിനീരൊലിക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മരണത്തിന്റെ സമയത്ത് മനുഷ്യരുടെ താട തൂങ്ങും, നാവ് പുറത്തേക്ക് വരും. ആ സമയത്ത് പ്രിയപ്പെട്ടവരുടെ ബാധ്യതയാണ് മൂക്കൊന്ന് ചേർത്ത് പിടിച്ച് താടിയൊന്ന് ചേർത്ത് വെച്ച് ഒരു തുണി കൊണ്ട് കെട്ടണം. പ്രിയമുള്ളവരെ, ഇപ്പൊ നമുക്ക് എത്ര സമയമുണ്ടെങ്കിലും, എത്ര മണിക്കൂറുകൾ സമയമുണ്ടെങ്കിലും ഒരു ദഅവാ സ്ക്വാഡിനെ വിളിച്ചാൽ നമുക്ക് സമയമില്ല. ആഴ്ചയിൽ 1 മണിക്കൂർ ഖുർആൻ ക്ലാസ്സിലേക്ക് വിളിച്ചാൽ, QHLSലേക്ക് വിളിച്ചാൽ നമുക്ക് സമയമില്ല. ഒരു ഖുർആൻ പഠിക്കാൻ വിളിച്ചാൽ മക്കളെ ഒന്ന് അരികിൽ വിളിച്ചിരുത്തി അള്ളാഹുവിന്റെ കലാമൊന്ന് പാരായണം ചെയ്യിപ്പിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷേ മരണത്തിന്റെ സമയത്ത് മനുഷ്യർ പറയും, ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്. പടച്ചോനെ ഒന്ന് തിരിച്ചയക്കണേ, ഒന്ന് തിരിച്ചയക്കണേ, ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് പടച്ചോനെ. ഇപ്പൊ നമുക്ക് എത്ര സമയമുണ്ടെങ്കിലും സഹോദരന്മാരെ അത് കാണാൻ നമുക്ക് ഉണ്ടാകൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പള്ളികളാണ്. പള്ളിയിൽ കുറച്ചു നേരം ഇരുന്നാൽ നമുക്ക് എന്തോ ഒരു മനസ്സിൽ അടങ്ങേറാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ്
പ്രാർത്ഥനകളോടുകൂടി ദിക്റുകളോടുകൂടി സൂര്യൻ ഉദിക്കുന്ന സമയം വരെ നിന്ന് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം വീട്ടിലെത്തിയിട്ട് ഒരു പണിയില്ല എങ്കിലും പള്ളിയിലിരുന്നാൽ നമുക്ക് എന്തോ ഒരു ഇടങ്ങേറാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പ് അങ്ങാടികളാണ്. അങ്ങാടികളിൽ എത്ര സമയവും യാതൊരുവിധ പ്രശ്നവും കൂടാതെ സമയം ചിലവഴിക്കും. മരണത്തിന്റെ സമയത്ത് കരഞ്ഞുകൊണ്ട് ചോദിക്കും, റബ്ബേ ഒന്ന് തിരിച്ചയക്കണേ. പടച്ച റബ്ബിന്റെ മറുപടി കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. വേണ്ട, അതൊരു വെറും വർത്തമാനം മാത്രമാണ്. ഒരു വെറും വർത്തമാനം മാത്രമാണ്. എത്ര തവണ അവനത് പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ, എത്ര തവണ. തെറ്റിൽ നിന്ന് പടച്ചോനെ ഇത് അവസാനത്തേതാണ്, ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ, ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയാൽ ഇനിയൊരു തോന്നിവാസം ചെയ്യില്ല എന്ന് പറഞ്ഞ് എത്ര തവണ ഖേദിച്ചു മടങ്ങിയവരാണ് നമ്മൾ. ചിലപ്പോ എന്തെങ്കിലും ഒരു തോന്നിവാസം ചെയ്ത് 4 ആൾ അറിയുന്നാകുമ്പോ പറയും, പടച്ചോനെ ഇതിൽ നിന്നൊന്ന് കേസിലാക്കിയ ഇല്ല, ഇനി ഞാൻ ചെയ്യൂല, ഇത് അവസാനത്തേതാ. എത്ര തവണ റബ്ബിനെ നമ്മൾ വഞ്ചിച്ചു, എത്ര തവണ പരമകാരുണ്യവാനായ പടച്ച റബ്ബിനെ നമ്മൾ പറ്റിച്ചു കളഞ്ഞു. പടച്ച റബ്ബിന്റെ മറുപടി കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അവനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു വെറും വർത്തമാനം മാത്രമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി നാം ആലോചിക്കേണ്ട വിഷയമാണ്. നമുക്ക് സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിയണം. എല്ലാവരും കരയുമ്പോഴും പ്രിയപ്പെട്ടവർ കരയുമ്പോഴും പുഞ്ചിരി തൂകി സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് കഴിയണം. ഏത് സമയത്ത് എപ്പോഴാണ് നമ്മുടെ മരണം ആർക്കും പറയാൻ കഴിയില്ല. കഴിഞ്ഞ പ്രോഫ്കോണിൽ കാസർഗോഡ് വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത് അവര് തിരിച്ചു പോകുമ്പോ സ്ക്രീനിൽ ഒരു സന്ദേശം പതിഞ്ഞിരുന്നു. 3 ദിവസത്തെ പഠനയാത്ര. ഒരുപാട് നമ്മൾ പഠിച്ചു, ഒരുപാട് നമ്മൾ അറിഞ്ഞു. ഇനിയൊരു പ്രോഫ്കോണിൽ ഒരുമിച്ച് കൂടാൻ കഴിയുമോ എന്ന് അറിയില്ല. റബ്ബ് വിധിച്ചില്ല എങ്കിൽ നാളെ മഹ്ശറിൽ കണ്ടുമുട്ടാം. എറണാകുളത്ത് വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോ നമ്മുടെ കൂടെ ഇരിക്കാൻ സുഹൃത്ത് ഫഹ്മി ഫറാസ് ഉണ്ടായിട്ടില്ല. മണ്ണാർക്കാട് കോടതിപ്പടയിൽ അപകടത്തിൽപ്പെട്ട് ഒരു മകനെ നെഞ്ചോട് ചേർത്തു വെച്ച് 2 മക്കളെ ഭാര്യയുടെ കയ്യിലേൽപ്പിച്ച്, മോളെ ഇനി 2 കുട്ടികളെ മോള് നോക്കിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം ലോകത്തു നിന്ന് വിട പറഞ്ഞപ്പോ സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരുതിയിട്ടുണ്ടാകൂ. നമ്മുടെ കൂടെ ദഅവാരംഗത്തുണ്ടായിരുന്ന സുഹൃത്ത് ആതിഫ് ഇസ്മായിൽ തന്റെ ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള അമനെന്ന കുട്ടിയെ ബാക്കിയാക്കി അദ്ദേഹം തിരിച്ചുപോയി. അവരൊക്കെ ജീവിതം തുടങ്ങിക്കൂട്ടരെ, അവര് ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. പടച്ചോൻ സ്വർഗമാണ് നൽകുന്നതെങ്കിൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ട് ഖബറിലൂടെ സ്വർഗീയ കാഴ്ചകൾ കണ്ട് അവര് ജീവിതം തുടങ്ങി. നമ്മുടെ കൂടെയുണ്ടായിരുന്ന, നമ്മുടെ കൂടെ സന്തോഷം പങ്കിട്ട, നമ്മോടൊന്നിച്ച് സംസാരിച്ചിരുന്ന പലരും ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്, കുറെ ഒരു ആയുസുണ്ട്. നമ്മളെ വിചാരം എന്താണെന്നറിയോ സഹോദരന്മാരെ, ആ ഖബർക്ക് ഇങ്ങനെ കാല് നീട്ടിയിരിക്കണവര് മാത്രമേ മരണപ്പെടൂ എന്നൊരു ധാരണയിലാണ്. എല്ലാരും കാല് നീട്ടിയിരിക്കാൻ. നമ്മളെ ബൈക്കുമ്മൻ റോഡൊക്കെ റബ്ബറൈസ്ഡ് ആണ്, വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല ആർക്കും. ഈ അടുത്ത് ഒരു മരണ വീട്ടിലേക്ക് ചെന്നപ്പോ കല്യാണം കഴിഞ്ഞ് കുറച്ചു മാസം, ഏതാനും ദിവസങ്ങൾ മാത്രം, ഞായറാഴ്ച കല്യാണം കഴിഞ്ഞ് വെള്ളിയാഴ്ച ആ സഹോദരി മരണപ്പെട്ടു, വൈദ്യുതാഘാതമേറ്റു. ആ സഹോദരിയുടെ ചെറിയ അനുജന് തന്റെ ഇത്താത്തയുടെ മയ്യത്തൊന്ന് കാണാൻ പോലുമുള്ള ധൈര്യമില്ല. ആ മയ്യത്തൊന്ന് കാണാൻ പോലുമുള്ള ധൈര്യം ആ ചെറിയ കുട്ടിക്കില്ല, പേടിച്ച് നിൽക്കാൻ. ആ സമയത്തൊരു സുഹൃത്ത്
ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് പറയാണ്, മോനെ, മോൻ ചെറിയ കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവര് മണ്ണുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി, പച്ചിലകൾ കൊണ്ട് കറി ഉണ്ടാക്കി, ചിരട്ട കൊണ്ട് പാത്രം ഉണ്ടാക്കി, വലിയ ഗൗരവത്തിലാവും കളിക്കൽ. ചോറായോ, അതുപോലെ തന്നെ കറി ഒക്കെ റെഡി ആയിട്ടുണ്ടോ, അടുപ്പിൻ പാത്രങ്ങളൊക്കെ ഇവിടെ, അങ്ങനെ വലിയ ഗൗരവത്തിലാണ് കളിക്കൽ. ആ കളി നടന്നുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടിയുടെ ഉമ്മ വിളിക്കാണ്, മോനെ, മോനുള്ള ഭക്ഷണം ഉമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്റെ കുട്ടി ഇനി ഭക്ഷണം കഴിച്ചിട്ട് കളിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും നേരം അവൻ ഉണ്ടാക്കി വെച്ച മണ്ണിന്റെ പലഹാരങ്ങളും ഭക്ഷണവും പാത്രവും ഒക്കെ അവിടെ വിട്ടുകൊണ്ട് ഉമ്മയുടെ അരികിലേക്ക് കുട്ടികൾ ഓടിച്ചെല്ലും. അതെന്റെ മോൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ കുട്ടി അതേന്ന് പറഞ്ഞു. ഈ സുഹൃത്ത് പറയാണ്, മോനെ, അതുപോലെയാണ് ജീവിതം. നമ്മൾ കളിക്കാൻ, ചില ആളുകൾ ഡോക്ടറായി കളിക്കാൻ, ചില ആളുകൾ എഞ്ചിനീയറായി കളിക്കാൻ, ചില ആളുകൾ അധ്യാപകരാണ്. വലിയ ഗൗരവത്തിൽ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ റബ്ബ് വിളിക്കും ഒരു ദിവസം. അന്ന് പടച്ചോനെ, 20 വർഷം ഞാൻ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടത് എന്റെ മോളെ നല്ലൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കണം, അതിനു വേണ്ടിയിട്ടായിരുന്നു. നാളെയാണ് പടച്ചോനെ മോളെ കല്യാണം, അത് കഴിഞ്ഞിട്ട് വരാം. ആ തേങ്ങലുകൾ കൊണ്ട് കാര്യമില്ല. ഇത്രയും കാലം കഷ്ടപ്പെട്ടത് ഒരു വീടിനു വേണ്ടിയിട്ടായിരുന്നു. നാളെ വീട്ടിലേക്ക് താമസം മാറുകയാണ്. ഒരു രാത്രിയെങ്കിലും ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ അന്തി ഉറങ്ങിയിട്ട് എന്നെ തിരിച്ചു വിളിക്കൂ എന്ന കരച്ചിലുകൊണ്ട്, തേങ്ങലുകൾ കൊണ്ട് സഹോദരന്മാരെ കാര്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കഷ്ണം കമ്പെടുത്തു. ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കുടിച്ചിട്ടു, രണ്ടാമത്തെ അതിനോട് ചേർന്ന് കുടിച്ചിട്ടു, മൂന്നാമത്തെ അല്പം വിദൂരത്തായി കുടിച്ചിട്ടു. സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, അതദ്റൂന മാ ഹാദാ, ഇതെന്താണെന്ന് അറിയുമോ? സ്വഹാബാക്കളുടെ മറുപടി, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവും അവന്റെ റസൂലുമാണ് അറിയുന്നവൻ. പ്രവാചകൻ പറയാണ്, ഒന്നാമതായി കാണുന്ന കമ്പാണ് അൽ ഇൻസാൻ, മനുഷ്യൻ. ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നതാണ് അവന്റെ അജൽ, അവന്റെ മരണം. മൂന്നാമത്തെ കമ്പുണ്ടല്ലോ, അതാണ് അവന്റെ അമൽ, അവന്റെ സ്വപ്നങ്ങൾ. മനുഷ്യരാ സ്വപ്നങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ്. ഫലഹികഹുൽ അജല ദൂനൽ അമൽ, സ്വപ്നങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് മനുഷ്യന്റെ മരണത്തെ അവൻ കണ്ടുമുട്ടും. സ്വപ്നങ്ങൾ ബാക്കിയാക്കി നമ്മൾ പോകും. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി നാം ആലോചിക്കുക, ആ മരണത്തിനപ്പുറമുള്ള ജീവിതം അത് തമാശയല്ല. സാധാരണ പറയാറുണ്ട്, പാമ്പാട്ടിക്ക് പാമ്പിനെ പേടിയുണ്ടാകൂല. പാമ്പാട്ടി 24 മണിക്കൂറും പാമ്പിനെ കൊണ്ട് കളിക്കുന്നതുകൊണ്ട് അതിന് വലിയ വില ഉണ്ടാകൂല. നമ്മൾ ഈ സ്വർഗം കേട്ട്, നരകം കേട്ട്, മരണം കേട്ട് നമുക്കതിന്റെ വില നഷ്ടപ്പെട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, കളിതമാശയല്ല ഇത്. ഇത് ഏതെങ്കിലും ഒരു അമർ ചിത്രകഥയല്ല. എത്ര നിഷേധിച്ചാലും കണ്ണുകൾ കൊണ്ട് കാണാനുള്ള രംഗമാണ് സഹോദരന്മാരെ. പ്രവാചകൻ പറഞ്ഞു, ഇതാ വുളിഅത്തിൽ ജനാസ, ആ മയ്യത്ത് എടുത്തു കഴിഞ്ഞാൽ വഹ്തമലഹ റിജാലു അലാ അനാഖിഹിം, പ്രിയപ്പെട്ടവർ 6 കാലുള്ള കട്ടിലിൽ നമ്മെയും ചുമന്ന് യാത്ര തിരിച്ചാൽ, വഇൻ കാനത് ഗൈറ സാലിഹ, പടച്ച റബ്ബിനെ മറന്നു ജീവിച്ച മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ പറയും, ഖാലത് യാ വൈലഹാ, എന്റെ നാശമേ, ഐന യദ്ഹബൂന ബിഹാ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? ആര് മരിച്ചാലും നമ്മളെ നാട്ടുകാര് പറയുന്നത് നല്ല മരണാട്ടോ. മയ്യത്തൊക്കെ പെട്ടെന്ന് കൊണ്ടുപോയി മദ്ഹ് പറയാൻ എല്ലാരും ഉണ്ടാകും. പക്ഷെ അവിടെ നടക്കുന്ന ഒരു രംഗമുണ്ട്. നമ്മൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന്റെ ആർത്തനാദങ്ങൾ, ആ മയ്യത്തിന്റെ കരച്ചിൽ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും കേൾക്കും. മനുഷ്യനെങ്ങാനും കേൾക്കുമായിരുന്നുവെങ്കിൽ സഹിഖ, ബോധം നഷ്ടപ്പെട്ട് താഴെ വീഴുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ,
ഒരിക്കലും തമാശയായി കാണേണ്ടതല്ല സ്വർഗവും നരകവും. മരണത്തിനപ്പുറമുള്ള രംഗം ഭീകരമായ ദിവസങ്ങളെയാണ് നാളെ പരലോകത്ത് നമ്മളെ കാത്തിരിക്കുന്നത്. മരണത്തിനപ്പുറം വളരെ ഭീകരമായ ദിവസങ്ങളെയാണ് കാത്തിരിക്കുന്നത്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. എല്ലാവരും ഒറ്റക്കൊറ്റക്ക് നാളെ പരലോകത്ത് വരും. ഇവിടെ എന്ത് തോന്നിവാസം ചെയ്താലും ന്യായീകരിക്കാൻ ആളുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി വാദിക്കാൻ ആളുകൾ ഉണ്ടായിരിക്കും. എന്നാൽ മനുഷ്യ ശരീരത്തിലെ എന്ന ഒരു അസ്ഥി മാത്രം ബാക്കിയാകും. മനുഷ്യന്റെ മയ്യത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ കണ്ണുരുകിയൊലിക്കും, കവിള് പൊട്ടിയൊലിക്കും, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും കൃമികീടങ്ങളും പുഴുക്കളും കടിക്കും. ഒരസ്ഥി മാത്രം ബാക്കിയാകും. അതിൽ നിന്ന് അല്ലാഹു തആല മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നാളെ പരലോകത്ത് നമ്മൾ വരും. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. ഒറ്റക്കൊറ്റക്ക് നാളെ പടച്ചറബിന്റെ കോടതിയിൽ കടന്നു വരുന്ന ഭീകരമായ ദിവസമുണ്ട്. യൗമ ലാ തജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. സഹോദരന്മാർ, ഈ ആയത്ത് കേട്ടപ്പോ മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു രംഗമുണ്ട്. പൂക്കിപ്പറമ്പ് എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത് അവിടെ ഒരു ബസ് കത്തിയപ്പോ ഉപ്പ പുറത്തേക്ക് ചാടി. പുറത്തേക്ക് എത്തിയപ്പോഴാണ് ഈ മനുഷ്യൻ അറിയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ബസ്സിനുള്ളിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്കെത്തിയ ഈ മനുഷ്യൻ ഉടനെ തന്നെ ബസ്സിനുള്ളിലേക്ക് പിടിച്ച് കയറി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പുറത്തേക്കെത്തിച്ചു. തന്റെ 2 മക്കളെയും പുറത്തേക്കെത്തിക്കുന്നതിനിടയിൽ ആ മനുഷ്യന്റെ വസ്ത്രത്തിലേക്ക് തീ ആളിപ്പടർന്ന് കരിഞ്ഞ് കരിക്കഷ്ണമായി തീർന്നു. ഈ ഉപ്പ നാളെ പരലോകത്ത് വരില്ല കൂട്ടരെ. സഹോദരന്മാരെ, ഈ ഉപ്പ നാളെ പരലോകത്തെത്തും. സ്വന്തം ജീവൻ നൽകിയ ശരീരത്തിൽ തീ ആളിപ്പടരുമ്പോഴും വസ്ത്രത്തിലൂടെ തീ ആളിപ്പടരുമ്പോഴും തന്റെ മക്കളെ സ്നേഹിച്ച പ്രിയപ്പെട്ട പിതാവ് നാളെ പരലോകത്ത് പറയും, പടച്ചോനെ, എന്റെ മകനെ നൽകാം, എന്റെ ഉപ്പയെ നൽകാം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നൽകാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. അപ്പൊ എത്ര ഭീകരമായിരിക്കും, എത്ര ഭീകരമായിരിക്കും സഹോദരന്മാരെ ആ ദിവസത്തിന്റെ രംഗം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. 20 വർഷം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പണ്ട് നാളെ പരലോകത്ത്. രാത്രി ആരും കാണാത്ത സമയത്ത് തന്റെ തലയിണയുടെ അടിയിൽ നിന്ന് മകന്റെ ഫോട്ടോയെടുത്ത്, മകളുടെ ഫോട്ടോയെടുത്ത് നെഞ്ചത്ത് ചേർത്ത് വെച്ച് കരയുന്ന പിതാക്കൾ എന്തിനാ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നത്? മകൾക്ക് നല്ല ജീവിതം വേണം, മകന് നല്ല ജീവിതം വേണം, ഭാര്യക്ക് നല്ല ജീവിതം വേണം. സ്വന്തം ജീവിതം മെഴുകുതിരി പോലെ കത്തി എരിയുമ്പോഴും മക്കളെ സ്നേഹിച്ചവർ നാളെ പരലോകത്ത് വിരണ്ടോടുമെന്നാണ്. മോളെ കാണുമ്പോ, മോളെ എന്താ എന്റെ കുട്ടിന്റെ അവസ്ഥ, ഒരു ബാപ്പയും ചോദിക്കൂല. എന്താ എന്റെ മോളവസ്ഥ, ഒരു ബാപ്പയും ചോദിക്കില്ല. ഇത്രയും കാലം എന്റെ കൂടെ കഴിഞ്ഞ പ്രിയപ്പെട്ട ഭാര്യയോട് എന്താണ് മോളെ, എന്താ നിന്റെ അവസ്ഥ, സ്വർഗമാണോ നരകമാണോ, ഒരാളും ചോദിക്കാൻ നിൽക്കില്ല. എല്ലാവർക്കും പറയാനുള്ളത് നഫ്സി 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 നഫ്സിയാ. എന്റെ കാര്യം, എന്റെ കാര്യം. മറ്റൊരാളുടെ കാര്യം നോക്കാനും അവിടെ ഒരു മനുഷ്യരുമില്ല. നിന്യത കാരണത്താൽ പേടിച്ചവരുടെ കണ്ണുകൾ താഴ്ന്നിരിക്കും. ദുനിയാവില് നെഞ്ചു വിരിച്ച് നടന്നവരാണ്. ഒരാളോട് തോറ്റുകൊടുക്കാൻ കഴിയില്ല, ഒരാളോടും തോറ്റുകൊടുക്കാനുള്ള മനസ്സില്ലാത്തവരാണ്. പക്ഷെ നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുന്നിലെത്തുമ്പോ അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്, അനൽ മലിക്, ഞാനാണ് മലിക്, അനൽ ജബ്ബാർ, ഞാനാണ് ജബ്ബാർ.
ഐനൽ മുതകബ്ബിറൂൻ, അഹങ്കരിച്ചവരെവിടെ? ഇവിടെ പടച്ചോ നിസ്കാരത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് പറയുമ്പോഴും അഹങ്കാരത്തോടുകൂടി ആ പുതപ്പ് തലയിലേക്കിട്ട് മൂടിപ്പതിച്ചുറങ്ങിയവനാണ്. ഇവിടെ പടച്ചോൻ അല്ലാഹു തആല നമസ്കാരത്തിലേക്ക് വിളിക്കുമ്പോഴും ദുനിയാവ് തേടി യാത്ര തിരിച്ചവനാണ്. പക്ഷെ നാളെ പരലോകത്ത് പേടിച്ചു കണ്ണുകൾ താഴ്ത്തിയവനായിരിക്കും. തർഹഖുഹും ദില്ല, നിന്യത അവരെ മൂടിയിരിക്കും. ഇവിടെ എല്ലാവരുടെ മുന്നിലും ഉഷാറാണ്. ഇവിടെ മഹല്ലുകാരുടെ മുന്നില് നമ്മൾ വളരെ സജീവാണ്. നാട്ടിലെ സജീവനായ ദാഇയാണ്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഗർജിക്കുന്ന സിംഹമാണ്. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഉഷാറാണ്. പക്ഷെ സഹോദരന്മാരെ, നാളെ പരലോകത്തിന്റെ അവസ്ഥ അവിടെ നാവുകൊണ്ട് വാദിച്ച് ജയിക്കലില്ല. ഇവിടെ നമ്മളൊരു തോന്നിവാസം ചെയ്ത്, എത്ര വലിയ തോന്നിവാസം ചെയ്ത് പിടിക്കപ്പെട്ടാലും നാവിന് എല്ലില്ലാത്തോണ്ട് നല്ല സൗകര്യമാണ്. നമ്മൾ പറയും ഞാനത് ചെയ്തിട്ടില്ല. വളരെ വിദഗ്ധമായി നമ്മൾ തടിയൂരും, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, എനിക്കൊരു ബന്ധമില്ല. എത്ര വലിയ തോന്നിവാസം ചെയ്താലും നമ്മൾ രക്ഷപ്പെടും. പക്ഷേ നാളെ പരലോകത്ത് അല്ലാഹു തആല നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ നാവിന് സീല് വെക്കും. നാവ് കൊണ്ട് പടച്ചോനെ അങ്ങനല്ല ഇങ്ങനെയാണ്, ഞാനല്ലത് ചെയ്തത്, അത് പറയാനുള്ള അവസരമില്ല. അവരുടെ കൈകൾ സംസാരിക്കും. വതുകല്ലിമുനാ അയ്ദീഹിം, കൈകൾ സംസാരിക്കും. പടച്ചോനെ ഇന്ന ദിവസം ഇന്ന സമയം അവൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ കൈകൾ സംസാരിക്കും. കാലുകൾ അതിന് സാക്ഷി പറയും. ഭൂമി അതിന്റെ വർത്തമാനം പറയുന്ന ദിവസമാണ്. യൗമ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും. ആ ഒരു രംഗം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? ഭൂമി സംസാരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിയ ബെഡ്റൂമും നമ്മുടെ ബാത്റൂമും നമ്മൾ പഠിച്ച കോളേജും ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വന്ന വഴിയോരങ്ങളും നമ്മുടെ കച്ചവട സ്ഥലങ്ങളും സംസാരിക്കാൻ തുടങ്ങും. എവിടെ നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുക? ആരുടെ മുന്നിലെ നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയ? ഭൂമി സംസാരിക്കും. പടച്ചോനെ ഇന്ന സമയം ഇന്ന ദിവസം ഇന്ന സെക്കൻഡ് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് ഭൂമി അതിന്റെ സംസാരം നിർവഹിക്കുന്ന ഭീകരമായ ദിവസമായിരിക്കും. വവുദിഅൽ കിതാബ്, നമ്മുടെ കയ്യിൽ കിതാബുകൾ ലഭിക്കും. മുഴുവൻ കാര്യങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ടാകും. സഹോദരന്മാരെ, അന്ന് ചോദിക്കും പടച്ചോനെ ഇതെന്തൊരു ഗ്രന്ഥമാണ്. നമ്മൾ നിസ്സാരായി കണ്ടതാ. ഒരു കൂട്ടുകാരന്റെ അഭിമാനത്തിനെ ക്ഷതം വരുത്തിയപ്പോ 4 ആള് കൂടുന്ന ഭാഗത്ത് വെച്ച് പ്രിയപ്പെട്ടവന്റെ പച്ചയായ മാംസം നമ്മൾ കൊത്തി നുറുക്കിയപ്പോ നമുക്കൊരു നിസ്സാരമായ വാക്കാണ്. പടച്ചോൻക്കത് നിസ്സാരമല്ല. പടച്ചോന്റെ അരികിൽ അത് നിസ്സാരമല്ല. തുഅനുൽ ലിസാൻ അശദ്ദു മിൻ തുഅനുസ് സിനാൻ, നാവുകൊണ്ടുള്ള കുത്തുണ്ടല്ലോ, നാവുകൊണ്ടുള്ള കുത്ത് അതൊരു കുന്തമെടുത്ത് ശരീരത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഇറക്കുന്നതിനേക്കാൾ ഭീകരമാണ് നാവുകൊണ്ടുള്ള കുത്ത്. ശരീരത്തിലൊരു വെട്ടേറ്റാൽ ഒരു പക്ഷേ അത് ആ മുറിവുണങ്ങിക്കഴിഞ്ഞാൽ വേദന മാറിയെന്ന് വരും. പക്ഷേ നാവുകൊണ്ടുള്ള കുത്ത് സഹോദരന്മാരെ, നമ്മുടെ മയ്യത്തിങ്ങനെ പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് മക്കള് പറയാണ് എന്റെ ബാപ്പാക്ക് എല്ലാരും പുറത്തു കൊടുക്കണം, 40 കൊല്ലം 30 കൊല്ലം നിങ്ങളെ കൂടെ ജീവിച്ച ആളാണ്, എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണമെന്ന് പറയുമ്പോഴും ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത ആയിരക്കണക്കിന് മുറിവുകൾ സഹോദരന്മാരെ നമ്മുടെ കൂട്ടുകാരെ മനസ്സിലുണ്ടെങ്കിൽ നാളെ പരലോകം നഷ്ടാണ്. നാളെ പരലോകം നമുക്ക് നഷ്ടാണ്. പ്രവാചകൻ ചോദിക്കാണ്, ആരാണ് പാപ്പരായവൻ? ഒന്നുമില്ലാത്തവൻ ആരാണ്? നമ്മൾ പറഞ്ഞ അതേ മറുപടി സ്വഹാബികൾ പറഞ്ഞു. നമുക്കൊക്കെ അറിയാം, ദിർഹമും ദീനാറും ഇല്ലാത്തവൻ.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുത്തി, അല്ല, ദിർഹമും ദീനാറും ഇല്ലാത്തവനല്ല നഷ്ടക്കാരൻ, അവനല്ല പാപ്പരായവൻ. കുറച്ച് ആളുകൾ സ്വർഗത്തിൽ വരാനുണ്ട്, സ്വർഗത്തിന്റെ അരികിൽ വരാനുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാ കർമ്മങ്ങളും ഉണ്ട് അവരുടെ കയ്യിൽ. പക്ഷെ സ്വർഗത്തിലേക്ക് പോകാന്ന് കൊതിച്ച് നിൽക്കുമ്പോ ചില ആളുകൾ വന്നിട്ട് പറയും, പടച്ചോനെ, ഞങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ട്, രക്തം ചിന്തിയിട്ടുണ്ട് പടച്ചോനെ. ഈ വരുന്ന ആളുകൾക്ക് നന്മകൾ വീതിച്ചു കൊടുക്കുകയും നന്മകൾ തീരുമ്പോൾ ഈ മനുഷ്യരുടെ തിന്മകൾ ഈ മനുഷ്യനിലേക്ക് ചാർത്തുകയും അങ്ങനെ സ്വർഗത്തിന്റെ അരികിൽ വെച്ച് നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരാണ് പാപ്പരായവനെന്ന് പറയുമ്പോ സഹോദരന്മാരെ, നമ്മുടെ പരലോകം ചിലപ്പോ ഒരു ആരോപണമായിരിക്കും. നമ്മുടെ ഒരു കൂട്ടുകാരനെ പറ്റി നമ്മൾ തുടങ്ങിയൊരു ആരോപണം, ആരോപണത്തിന് വല്ലാത്ത ശക്തിയാണ്, ആരോപണത്തിന് വല്ലാത്ത ശക്തിയാണ്. ഒരൊറ്റ വാക്കുമതി. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഇമാം ദുഹ്ലി. ഇമാം ബുഖാരി ഇമാം ദുഹ്ലിയുടെ അരികിലേക്ക് വന്നപ്പോ ഇമാം ദുഹ്ലി പറഞ്ഞു, ഇമാം ബുഖാരിയുടെ സദസ്സിൽ കുറച്ച് ആളുകൾ പോയിരിക്കണം. ഇമാം ബുഖാരിക്ക് നല്ല വശ്യമായ സംസാര ശൈലിയാണ്. ഇമാം ബുഖാരിയുടെ സദസ്സിൽ ആളുകൾ തടിച്ചുകൂടി, ഉസ്താദിന്റെ സദസ്സിൽ ആള് കുറഞ്ഞു. ആ സമയത്ത് ഇമാം ദുഹ്ലി പറഞ്ഞു, ഇനി രണ്ടാൽ ഒരു സ്ഥലത്ത്, ഒന്നുകിൽ ഇമാം ബുഖാരിയുടെ കൂടെ അല്ലെങ്കിൽ എന്റെ സ്ഥലത്ത്, രണ്ടും ഭാഗത്തും കൂടി ഇരിക്കണ ഏർപ്പാട് ഇനി പറ്റൂല. ചരിത്രത്തിൽ കാണാം, ഇമാം മുസ്ലിം അതുവരെ സ്വീകരിച്ച മുഴുവൻ ഹദീസുകളും ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത് നേരെ ഇമാം ബുഖാരിയുടെ കീഴിൽ ചെന്ന് പഠിക്കാനിരുന്നു. തന്റെ കൂടെയുള്ളതിനേക്കാൾ ആളുകൾ ഇമാം ബുഖാരിയുടെ സദസ്സിലുണ്ടെന്നറിഞ്ഞപ്പോ അന്ന് ഇമാം ദുഹ്ലി പറഞ്ഞൊരു ആരോപണമാണ്, ഇമാം ബുഖാരിക്ക് ഖൽഖുൽ ഖുർആനിന്റെ വാദമുണ്ട്. അഥവാ ഖുർആൻ മഖ്ലൂക്കാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഇമാം ബുഖാരി. ഇമാം ബുഖാരിയുടെ ആയിരക്കണക്കിന് ശിഷ്യന്മാർ, രണ്ടുപേരല്ലാത്ത മുഴുവൻ ആളുകളും ഇമാം ബുഖാരിയെ വിട്ടെറിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ ടെന്റ് അടിച്ച് തകർത്തു. ബാഗ്ദാദ് വിട്ട് യാത്ര തിരിക്കുമ്പോൾ ഇമാം ബുഖാരി ഇമാം മുസ്ലിമിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നത്, എന്റെ ജീവിതം മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് സംരക്ഷിക്കാനായിരുന്നു. പക്ഷേ ഉസ്താദ് പറഞ്ഞൊരു ആരോപണം, എന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ജനങ്ങൾ വലിച്ചെറിയും, ഒരു ഹദീസ് പോലും സ്വീകരിക്കില്ല. അതിനുശേഷം ഇമാം ബുഖാരി ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്നൊരു കിതാബ് എഴുതി. ലോകം തിരിച്ചറിഞ്ഞു ആരാണ് ഇമാം ബുഖാരി, ആരാണ് ഇമാം ദുഹ്ലി. ഞാൻ പറഞ്ഞു വന്നത് ഒരു ആരോപണത്തിന്റെ വിലയാണ്. സഹോദരന്മാരെ, ആദർശത്തെ പറ്റി പല ആളുകളും പല ആരോപണങ്ങളും പറയാം. കരഞ്ഞു പറയുമ്പോഴും പടച്ചോനല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കണമെന്ന വാദമില്ല എന്ന് കരഞ്ഞു പറയുമ്പോഴും, അല്ല ഇപ്പൊ കല്ലിനോട് പ്രാർത്ഥിക്കണം എന്നാണ് നിങ്ങളെ വാദം, അതുപോലെ തന്നെ ജിന്നിനോട് പ്രാർത്ഥിക്കണമെന്നാണ് വാദം എന്നൊക്കെ പറയുമ്പോ സഹോദരന്മാരെ, ആ വാദത്തിന്റെ വിഷയം എന്താണെന്നറിയോ? മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഒരേ ആദർശമുള്ളവർ പോലും ഒരുപക്ഷെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നുകൊള്ളണമെന്നില്ല. ഒന്നിച്ച് ഒരേ ആദർശത്തോടുകൂടി തോളോട് തോളായി ആദർശത്തിൽ പോരാടിയവർ പോലും മരിച്ചു എന്ന് കേട്ടാൽ ഒന്നും പ്രാർത്ഥിക്കണം എന്നില്ല. നമ്മുടെ നാവിൽ നിന്ന് വല്ല ആരോപണങ്ങളും വന്നുപോയാൽ, അത് ഏത് ആരോപണങ്ങളാകട്ടെ, നമ്മൾ പറഞ്ഞൊരു വാക്ക് സഹോദരന്മാരെ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുവാൻ പാടില്ല. നമ്മൾ വിചാരിച്ചതല്ല സഹോദരന്മാരെ സ്വർഗം. ഇബ്നു ഹജറുൽ അസ്ഖലാനി ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്തു വരികയാണ്. ഒരു മനുഷ്യൻ, അടിമയായ മനുഷ്യൻ ആ കുതിരയെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഇബ്നു ഹജർ, നിന്റെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ,
ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന് ജയില് പോലെയാണെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞു, അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ അടിമയായ മനുഷ്യൻ പറയാണ്, എങ്കിൽ ഞാനാണ് മുഅ്മിൻ. ദുനിയാവിലെ ജീവിതം ഒരു മുഅ്മിനായ മനുഷ്യന് ജയില് പോലെയാണെങ്കിൽ ഞാനാണ് മുഅ്മിൻ. കാരണം ഞാൻ അടിമയാണ്. എന്നെ യജമാനൻ എന്നും പൊതിരെ തല്ലും, കാർക്കിച്ചു തുപ്പും, ക്രൂരമായി പീഡിപ്പിക്കും. എന്റെ ജീവിതം ഒരു ജയിലിലെ ജീവിതം പോലെയാണ്. അല്ല എങ്കിൽ, ഞാൻ മുഅ്മിനല്ല എങ്കിൽ മുഹമ്മദ് കളവ് പറഞ്ഞിരിക്കുന്നു. രണ്ടാലൊന്ന് നീ അംഗീകരിക്കണം. ഇബ്നു ഹജറുൽ അസ്കലാനി പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് ഹഖാണ്. പക്ഷെ അത് പുലരാനുള്ളത് ഇവിടെ അല്ല. ദുനിയാവിലെ ഏറ്റവും സുഖസൗകര്യത്തിൽ ജീവിച്ച മുഅ്മിനായ മനുഷ്യൻ, ദുനിയാവിലെ ഏറ്റവും സുഖസൗകര്യത്തോടുകൂടി ജീവിച്ച മുഅ്മിനായ മനുഷ്യൻ സ്വർഗത്തിന്റെ മുന്നിലെത്തും. അള്ളാഹുവിന്റെ സ്വർഗം കാണുമ്പോൾ ആ മനുഷ്യൻ പറയും, പടച്ച റബ്ബേ, എന്റെ ദുനിയാവിലെ ജീവിതം ഒരു ജയിലിലായിരുന്നുവല്ലോ. ഇവിടെ എല്ലാ സൗകര്യത്തിലും ജീവിച്ചവനാണെങ്കിലും സ്വർഗം കാണുമ്പോൾ പറയും, ദുനിയാവിലെ ജീവിതം ഒരു ജയില് പോലെയായിരുന്നല്ലോ. ഏറ്റവും പ്രയാസത്തോടുകൂടി ജീവിച്ച കാഫിറായ മനുഷ്യനാണെങ്കിലും കറുകറുത്ത നരകത്തിന്റെ മുന്നിലെത്തുമ്പോൾ അണപ്പല്ല്, ഉഹുദുമലയോളം പോന്ന അണപ്പല്ലുകളുമായി കാഫിറുകൾ പ്രയാസപ്പെടുന്ന ഉഗ്രകോപം നിമിത്തം സ്വയം പൊട്ടിത്തെറിക്കുന്ന ഭീകരമായ നരകത്തിന്റെ മുന്നിലെത്തുന്ന സമയത്ത് ആ മനുഷ്യൻ പറയും, പടച്ച റബ്ബേ, ദുനിയാവിലെ ജീവിതം ഒരു സ്വർഗത്തിന് തുല്യായിരുന്നല്ലോ. അത് പുലരാനുള്ളത് അവിടെയാണ്. നമ്മൾ കണ്ടതല്ല സഹോദരന്മാരെ, നമ്മൾ കണക്കൂട്ടുന്നതല്ല അല്ലാഹു തആലയുടെ സ്വർഗം. അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായി പറയാനുള്ളത്, ആ സ്വർഗത്തിനു വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പണിയെടുക്കണം. ഹസിബന്നാസ് അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. വല്ലാത്തൊരു ചോദ്യമാണ് പടച്ചോന്റേത്. അവര് കരുതുന്നുണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നൊരു കുഴപ്പമില്ലാതെ സ്വർഗത്ത് പോവാന്ന്? നമ്മള് പോലീസുകാർ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കണം, എന്താ പ്രോഗ്രാം ഒന്നും കാണില്ലല്ലോ, പെർമിഷനാണോ പ്രശ്നം? ഞങ്ങൾ പെർമിഷൻ തരാം. നമ്മൾ പ്രോഗ്രാം വെക്കുന്നു, ആളുകൾ തിങ്ങിക്കൂടുന്നു, ഒരുപാട് ആൾ ഇസ്ലാം സ്വീകരിക്കുന്നു, എല്ലാവരും ആശീർവദിക്കുന്നു. അങ്ങനെ ഒരു ദഅവത്തേറ്റ് പോകാമെന്നാണോ കൂട്ടരെ നിങ്ങളെ വിചാരം? നിങ്ങളുടെ മുൻഗാമികളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ആരാണ് കദ്ദാബ്, ആരാണ് സിദ്ദീഖ് എന്നറിയുന്നതിനു വേണ്ടി വലഖദ് ഫതന്നല്ലദീന, തീർച്ചയായും നാം പരീക്ഷിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുൻഗാമികളെ. പടച്ചോൻ ശക്തമായി പരീക്ഷിക്കും. ഒരു ത്യാഗവും ഒരു പ്രശ്നവുമില്ലാതെ പടച്ചോന്റെ സ്വർഗത്തിലെത്താമെന്ന് നമ്മൾ ആരും വ്യാമോഹിക്കണ്ട. നമുക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ, ഒരു മീറ്റിംഗ് നമ്മളെ വിളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ ഇടങ്ങേറാണ്. പിന്നെ മീറ്റിംഗ് നമ്മളെ വിളിക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു തൗഹീദി പ്രഭാഷണം അറിയാത്തതിന്റെ പേരിൽ, അറിയിക്കാത്തതിന്റെ പേരിൽ മസില് പിടിച്ച് നടക്കുന്നവരും വാശി പിടിച്ച് നടക്കുന്നവരും ആ രൂപത്തിലാകാൻ പാടില്ല നമ്മൾ. ഇതൊന്നും ഒരു ഔദാര്യമായി നമ്മൾ കാണണ്ട. നമ്മുടെയൊക്കെ ഒരു വിചാരം എന്താണെന്നറിയ സഹോദരന്മാരെ, നമ്മളൊക്കെ ചെയ്യുന്നത് എന്തോ പടച്ചോൻക്കൊരു ഔദാര്യമായിട്ടാണ്. ഒരു പ്രോഗ്രാം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ, ഞാൻ എന്തോ ഒരു വലിയൊരു സംഭവം ചെയ്തു, അല്ലെങ്കിൽ ഒരു 10 വീടിലേക്ക് നമ്മൾ ലഘുലേഖ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇത് പടച്ചോന് വേണ്ടിയിട്ടല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യര് നന്നായാലും പടച്ചോന്റെ കുദ്റത്തൊന്നും കൂടാനില്ല, കുറയാനില്ല. നമ്മളെല്ലാരും സജീവമായി ഈ പരുത്തിക്കുടിയിൽ മുഴുവൻ പ്രോഗ്രാമും അതുപോലെ തന്നെ ഫുള്ള് ദഅവാ സ്ക്വാഡും, പടച്ചോൻക്കൊരു നേട്ടവും അതുകൊണ്ടില്ല കൂട്ടര്.
നമ്മളെല്ലാരും ഇട്ടെറിഞ്ഞു പോയി. നിസ്കാരമില്ല, നോമ്പില്ല, ദഅവത്തുല്ല, നമ്മുടെ കച്ചവടം, നമ്മുടെ ദുനിയാവും അങ്ങനെ ഒരു നമ്മുടെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയാലും പടച്ച റബ്ബിനൊരു നഷ്ടവുമില്ല. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുർ ലിനഫ്സിഹി. ഇത് അവനവന് വേണ്ടിയിട്ടാണ്. ഒരു 100 വീട്ടിലേക്ക് കയറിയിറങ്ങി ലഘുലേഖ കൊടുത്താൽ, അള്ളാന്റെ മാർഗത്തിൽ കുറച്ച് പണം ചിലവഴിച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊടിച്ചാൽ ഇത് അവന് വേണ്ടിയിട്ടാണ് എന്നൊരു ബോധ്യം വേണം.